ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഞ്ചുവാണ് കേട്ടോ. ഒരു സമ്മാനക്കഥ. സമ്മാനങ്ങൾ നമുക്കെല്ലാം പൊതുവെ ഇഷ്ടമാണ്. പക്ഷേ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ അതിന് കുറച്ചുകൂടെ മധുരം കൂടും എന്നതാണ്. ഇന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് ബോക്സിന് പുറത്ത് ക്രാഫ്റ്റോപ്പിയയുടെ ഒരു സ്റ്റിക്കറും ഉണ്ട്. ക്രാഫ്റ്റോപ്പിയ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് നൂറ് അയച്ചിട്ടുള്ള സാധനമാണ്. പക്ഷെ ആര് നൂറിൽ നിന്ന് വാങ്ങി അയച്ചോ അതോ നൂറയാണോ അയച്ചേക്കുന്നത്, എന്താണ് അത് സംഭവം എന്നുള്ളത് ആ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമുക്ക് അധ്യാത്മയ്ക്ക് വേണ്ടിയിട്ട് നൂറ് സ്വന്തമായിട്ട് സ്വന്തം ഡിസൈനിൽ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് തന്ന ഒരു സ്നേഹ സമ്മാനമാണ്. ഇങ്ങനെ ഒരു സമ്മാനം ഇന്ന് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമ്മളെ തേടിയെത്തുക. ഒരു സമ്മാനം അതിൻ്റെ വില കൊണ്ടൊന്നും അല്ല മനോഹരമാകുന്നത്. അതിന് പിന്നിലുള്ള ആ ഒരു സ്നേഹവും കരുതലും മനസ്സും ഒക്കെ കൊണ്ട് തന്നെയാണ് അത് വിലമതിക്കാൻ കഴിയാത്തതാകുന്നത്. ഇന്ന് ഈ ലഭിച്ച ഈ ഒരു സമ്മാനം ഉണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിലൊരു വലിയ സന്തോഷമായിട്ട് മാറുകയായിരുന്നു. ചില സമ്മാനങ്ങൾ വസ്തുക്കളല്ല, എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ തോന്നുന്ന ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ്. ഒരുപാട് സ്നേഹത്തിനും ഈ ഒരു മനോഹരമായ സർപ്രൈസിനും ഒക്കെ തന്നെ നൂറക്കുട്ടിയോട് ഒരായിരം നന്ദി പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സമ്മാനത്തിനൊക്കെ അപ്പുറം മോളെപ്പോലെ നല്ലൊരു മനസ്സിനുടമ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനം മോൾക്കുണ്ടാവും. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗിഫ്റ്റുകളും ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റോപ്പിയ എന്ന് പറയുന്ന നൂറക്കുട്ടിയുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.